ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇത് ട്രെൻഡിങ് ആയിട്ട് കുറച്ചധികം ദിവസമായി നമ്മൾ ഇപ്പാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, കിഡിലൻ ടേസ്റ്റാണ്. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇഫ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ വരെ വരുന്ന 2 വലിയ പീസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ ചിക്കനിൽ ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുത്തി കൊടുക്കുക. നമ്മൾ മസാലയൊക്കെ പുരട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. 1 നാരങ്ങയുടെ പകുതി നീരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഈ സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനുള്ള രീതിയിലായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇത്രയും ഒരു തിക്നെസ് മതി, ഇതിനെക്കാട്ടി ലൂസാക്കിയിട്ട് എടുക്കണ്ട. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കൻ നല്ല രീതിയിലൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊരു മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ. കൂടുതൽ ടൈം വെക്കുന്തോറും നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ചിക്കൻ 2 ഭാഗം നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ കുക്കായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ക്രീം തയ്യാറാക്കി എടുക്കണം. അതുവരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ള മാത്രമാണ് എടുത്തത് കേട്ടോ, മഞ്ഞക്കറി ചേർത്ത് കൊടുക്കരുത്. അടുത്തതൊരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലൈസ്ഡ് ചീസ് 2 എണ്ണം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് 1/4 കപ്പ് ഫ്രഷ് ക്രീമും ചേർത്ത് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ കുക്കായ ചിക്കനാണ്. ഇനി ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ ആക്കി വെച്ച ക്രീം നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയതാണ് കേട്ടോ. ഇതുപോലെ ചിക്കൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റോളം അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല ചൂടോട് കൂടി തന്നെ പൊറോട്ടയോ അല്ലെങ്കിൽ കുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കിഡിലനാണ്. അപ്പോൾ നമ്മുടെ വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് വരെ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.